ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തോംസൺ ടി വിയുടെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. നമുക്ക് കാണാം റെഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഓൺ ആവുന്നൊന്നുമില്ല, ഒരു ബട്ടൺ ഫങ്ഷൻ ഇല്ല. എന്നാൽ ടി വിയിലെ ഓൺ ഓഫ് സ്വിച്ച് വെച്ച് നമുക്ക് ടി വി ഓൺ ആക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. റിമോട്ട് വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്യാമറ, അതായത് മൊബൈലിൻ്റെ ക്യാമറയോട്ട് അടിച്ച് നോക്കി അതിനകത്ത് IR ലൈറ്റ് ആണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളർ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇവിടെ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് റിമോട്ട് കംപ്ലൈൻ്റ് അല്ല. നമ്മൾ ടി വിയുടെ സ്വിച്ച് വെച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടി വി ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ റിമോട്ട് ഒരു ഫംഗ്ഷനും അതിനകത്ത് മാറുന്നില്ല. അതായത് റിമോട്ട് ഫംഗ്ഷനിങ് ആണ്, പക്ഷേ ടി വിയിൽ അത് സെൻസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. 32PATH0011 എന്ന മോഡലാണിത്. അപ്പോൾ നമുക്കത് അതിൽ തന്നെ അതിൻ്റെ ബാക്ക് കവറിന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ബാക്ക് കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് HDMI പോർട്ടിലൊക്കെ ചെറുതായിട്ട് നമ്മൾ കൊറോഷൻ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് കൊറോഷൻ കൊണ്ട് വന്ന കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ പോർട്ടിനകത്തൊക്കെ ചെറിയ രീതിയിൽ കൊറോഷൻ വന്നിട്ടുണ്ട്. കൊറോഷൻ വന്നതാണെങ്കിൽ, അതായത് IR റിസീവറുകൾ അതിൻ്റെ ലെഗുകളൊക്കെ കൊറോഷൻ വന്നിട്ട് കംപ്ലയിൻ്റ് ആവാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതാണോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ്ലി ഇത് കാണുന്നതാണ് അതിൻ്റെ വൈഫൈ മോഡ്യൂൾ. അതായത് നമുക്ക് വൈഫൈ റിസീവറൊക്കെ വരുന്ന ആ മോഡ്യൂളിനകത്താണ്. ആ ഒരു ഗ്രീൻ കളർ PCBക്കകത്താണ്. നമുക്ക് നോക്കാം IR സെൻസറിൻ്റെ ലെഗുകളൊക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ലെഗ് കംപ്ലീറ്റ്ലി തുരുമ്പ് കൊറോഷൻ വന്നിട്ടുണ്ട്. സോ അത് തന്നെ ആയിരിക്കും കാരണം. നമുക്കതൊന്ന് ജസ്റ്റ് ട്യൂസർ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് തട്ടി നോക്കാം. അത് കംപ്ലീറ്റ്ലി അത് കണക്ഷൻ കിട്ടാതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാതെ ഒടിഞ്ഞു പോയി അതിൻ്റെ ഒരു ലെഗ്. സോ നമുക്ക് ഒരു 80% അതിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാനാണ് കൂടുതൽ. അപ്പോൾ നമുക്കതൊന്ന് പുതുതായിട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കണം എന്തായാലും. അതായത് IR സെൻസർ ഒന്ന് മാറി ഇട്ട് നോക്കാം. IR സെൻസർ മാറുന്നത് നമുക്ക് അതിൻ്റെ ബാക്ക് കവർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതായത് ആ IR സെൻസറിൻ്റെ വയറെല്ലാം റിമൂവ് ചെയ്ത് ബാക്ക് കവർ മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിരിക്കുന്ന IR സെൻസർ PCB നമുക്ക് പുറത്തോട്ട് എടുക്കാം. ആ IR സെൻസർ ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഗ്ലാസ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്ത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ IR സെൻസറും റീപ്ലേസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പുതിയ IR സെൻസർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അത് കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു IR, ഒരു VCC, ഒരു ഗ്രൗണ്ടാണ് IR സെൻസർ വരുന്നത്. നമ്മൾ ഏത് പൊസിഷനിലാണോ ഇട്ടിരിക്കുന്നത്, അതായത് ആ ഒരു ബൾജ് ഇരിക്കുന്ന ഭാഗം മേലോട്ടാക്കിയിട്ട് വേണം അതിനെ പ്ലേസ് ചെയ്യാൻ. തിരിച്ച് പ്ലേസ് ചെയ്ത് അത് വർക്ക് ചെയ്യില്ല. സോ അതുകൊണ്ട് അത് പൊസിഷൻ മസ്റ്റാണ്. ഫിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അത് മേലോട്ട് തന്നെ, അതായത് ബൾജ് ഇരിക്കുന്ന പോർഷൻ മേലോട്ട് തന്നെ വെച്ചിട്ട് വേണം അത് പ്ലേസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കുറേ അധികം നാൾ വർക്ക് ചെയ്ത ടിവികളിൽ ഇത്തരത്തിൽ കൊറോഷനായിട്ട് IR റിസീവറിൽ പോയിട്ട് കാണാറുണ്ട്. വീഡിയോകോൺ, ഫിലിപ്സിലൊക്കെ ധാരാളമായിട്ട് ഈ കംപ്ലയിൻറ്റ് കണ്ടുവരാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ IR സെൻസർ, IR റിസീവർ മാറിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇത് IR സെൻസർ ഇത്തരത്തിൽ ലെഗ് പൊട്ടിപ്പോവാതെ തന്നെ അത് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മളിത് മാറി നോക്കേണ്ടി വേണം, മസ്റ്റായിട്ട് മാറി നോക്കേണ്ടി വേണം. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ IR സെൻസർ തന്നെ ഇടാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പഴയത് ഇടുമ്പോൾ വീണ്ടും അത് കൊറോഷനായിട്ട് അതിൻ്റെ ലെഗെല്ലാം ദ്രവിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ IR സെൻസർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെഗിൽ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് പുറത്തോട്ട് നിൽക്കാത്ത രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം, അത് 3 ലെഗുകളും ബെൻഡ് ചെയ്തിട്ട് വേണം അത് ചെയ്ത് നോക്കാൻ. ഇവിടെ അതിൻ്റെ കപ്പാസിറ്റർ ലെഗ് ചെറുതായിട്ട് കൊറോഷൻ വന്നിട്ടുള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാത്തത്. അതും പോകാൻ, അതായത് കണക്ഷൻ കിട്ടുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ മസ്റ്റായിട്ടും അതും കൂടെ റീപ്ലേസ് ചെയ്യണം. ശേഷം നമ്മൾ IR PCB നമ്മൾ IP ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്ത് റിമോട്ട് സെൻസിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. TV കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കേണ്ട റിമോട്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് TV ഓൺ ആയിട്ടുണ്ട്. ബാക്ക് ലൈറ്റും അതുപോലെ പിക്ചറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വോളിയം ഫംഗ്ഷൻ, അതുപോലെ ബാക്കിയെല്ലാം സ്വൈപ്പ് ചെയ്യാനും അതുപോലെ ലെഫ്റ്റ് ലൈറ്റുകളിലൊക്കെ പോകുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ കാണാം വോളിയം ഫംഗ്ഷനൊക്കെ വർക്കിംഗ് ആണ്. അതുപോലെ മേലോട്ടും താഴോട്ടൊക്കെ അത് മാറുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നമ്മളത് ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ഓക്കെ ആയിട്ടുണ്ട്. IR സെൻസർ, IR റിസീവർ റീപ്ലേസ് ചെയ്തപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ IR സെൻസർ ആ ബാക്കിലെ കവറിൽ തന്നെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതോടുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ ബട്ടണെല്ലാം ഫംഗ്ഷനിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ബോഡി ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. അതായത് ബ്രഷ് ഉപയോഗിച്ച് ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ തോംസൺ അതുപോലെ കൊഡാക്ക് എന്നീ 2 ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരേ പ്രൊഡക്റ്റുകൾ തന്നെ. അതായത് ബോർഡായാലും റിമോട്ടായാലും എല്ലാം സെയിം തന്നെയാണ്. ആ ബ്രാൻഡിൻ്റെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ അതുപോലെ ഈ കൊഡാക്കിനും ഇതുപോലെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അതായത് സെയിം ബോർഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സെയിം IR ആയതുകൊണ്ട് തന്നെ അതിനും ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ റിമോട്ടും സെയിം ആണ്. നിങ്ങൾക്ക് കൊഡാക്കിൻ്റെ TV ഉള്ളവർക്കറിയാം, ആ റിമോട്ടും ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റിമോട്ടും സെയിം ആണ്.
ഇവിടെ തോംസൺ ടി വിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് AEO എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡിസ്പ്ലേ ആണ്. കൊടുക്കാൻ ICL എഴുതിയിട്ടുണ്ട്. AEO എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. പണ്ട് വീഡിയോകോൺ, ഫിലിപ്സ്, സാംസങ്ങിലൊക്കെ ഇവരുടെ ഡിസ്പ്ലേ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് സിംഗിൾ കോഫ് തന്നെയാണ്. പക്ഷേ നമ്മൾ മുമ്പ് റീപ്ലേസ് ചെയ്ത് അതായത് കംപ്ലയിൻറ്റ് കൂടി വന്ന ആ സാംസങ് സിംഗിൾ കോഫിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു AEO. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വളരെ കുറവാണ് ഇതിന് കണ്ടിട്ടുള്ളതൊക്കെ. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് അതിൻ്റെ ഒറിജിനൽ റിമോട്ടല്ല, അതായത് സാധാരണ IR ഉള്ള റിമോട്ടാണ്. ഈ റിമോട്ടിനകത്ത് വോയിസ് സെർച്ച്, അതായത് വോയിസ് സെർച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഒറിജിനൽ റിമോട്ട് തന്നെ പറ്റില്ല. അതായത് വോയിസ് അസിസ്റ്റൻ്റ് ഉള്ള റിമോട്ടിൽ തന്നെ പറ്റുള്ളൂ. ഇവിടെ അതില്ല. ഒറിജിനൽ റിമോട്ട് നമ്മൾ എങ്ങനെ പറയുന്നത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാറ്ററി കംപ്ലയിൻറ്റ് കൊണ്ട് നമ്മൾ ഈ റിമോട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ടെൻഷൻ കൂട്ടിക്കൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങളത് കണ്ടു നോക്കുക. ഇത്തരത്തിലുള്ള റിമോട്ട്, അതായത് വോയിസ് അസിസ്റ്റൻ്റ് റിമോട്ട് പെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് വോളിയം മൈനസും വോളിയം പ്ലസും കണ്ടിന്യൂസ് ഒരു 5 സെക്കൻഡ് സൈമിൾട്ടേനിയസിൽ പ്രസ് ചെയ്ത് വിളിച്ചാൽ അത് പെയർ ആവുന്നതാണ്. ടി വി നിങ്ങൾ റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് പെയറിങ് കാണിക്കണം, അതായത് വോളിയം മൈനസും അതുപോലെ പ്ലസും കൂടെ പ്രസ് ചെയ്ത് പിടിക്കാൻ TV സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.